രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് PSC രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ NIOS എന്ന് പറയുന്നത് ഒരു വാല്യുള്ള സർട്ടിഫിക്കറ്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളത് ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അല്ലെ. കാരണം PSC രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് NIOS സ്റ്റുഡൻസിനെ മാറ്റി നിർത്തിയിട്ടില്ല, നിങ്ങൾക്കും അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ ഈ ഒരു സർട്ടിഫിക്കറ്റ് PSC അപ്രൂവ്ഡ് ആണ് എന്ന് തെളിയിക്കുന്നതിന് ഒരു ഉത്തമ ഉദാഹരണമാണ് ഇന്ന് ഈ ഒരു വെബ്സൈറ്റിൽ ഈ NIOS എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് വന്ന് കിടക്കുന്നത് അല്ലെ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, നമുക്ക് NIOS SSLC +2 കോഴ്സുകളൊക്കെ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് PSC രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് PSCയിൽ എന്തെങ്കിലുമൊക്കെ എക്സാം എഴുതി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അതിന്റെ ഒരു വെരിഫിക്കേഷൻ കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോഴാണ് ഇതേപോലെ നമ്മുടെ ആ ഒരു തുല്യത സർട്ടിഫിക്കറ്റിന്റെ ആവശ്യകതയും കാര്യങ്ങളൊക്കെ വരുന്നത്. അതിന് മുമ്പ് നമുക്ക് എക്സാം എഴുതുന്നതിന് വേണ്ടിയിട്ട് തുല്യത സർട്ടിഫിക്കറ്റ് ആവശ്യകതയൊന്നുമില്ല. നിങ്ങൾ ജസ്റ്റ് അപ്ലൈ ചെയ്യുന്നു, PSCയുടെ ഹോൾ ടിക്കറ്റ് കൊണ്ട് നമ്മൾ അല്ലെങ്കിൽ ഒരു ആധാർ കാർഡ് കൊണ്ട് അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ ID പ്രൂഫ് അത് വെച്ചിട്ട് നിങ്ങൾക്ക് PSC പരീക്ഷയൊക്കെ എഴുതാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പൊ ഇങ്ങനെയുള്ള ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ കമന്റ്